ഈ സൂഫിയാക്കളുടെ വഴിയാണ് സ്നേഹത്തിന്റെ വഴി. അവരുടെ സ്വഭാവമാണ് ഏറ്റവും നല്ല സ്വഭാവം, അവരുടെ ചര്യയാണ് ഏറ്റവും നല്ല ചര്യ. ഇത് മനസ്സിലാക്കിയപ്പോ ഇപ്പൊ നമ്മളെ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഒരുപാട് ഭരണാധികാരികൾ ഇന്ത്യ രാജ്യത്ത് കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോ സമീപ സമയത്ത് നിങ്ങൾ കണ്ടില്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഡൽഹിയിൽ വെച്ച് വലിയൊരു സൂഫി സമ്മേളനം സംഘടിപ്പിച്ചു. സൂഫി സമ്മേളനം. അങ്ങനെ സൂഫിയാക്കളെ പ്രൊമോട്ട് ചെയ്ത് സൂഫിയാക്കളുടെ പേരിൽ ഒരു സമ്മേളനം തന്നെ സംഘടിപ്പിച്ചു. അത് അദ്ദേഹം ചെയ്തത് ഒരു ശ്ലാഘനീയമായ പ്രവർത്തനമാണ്. കാരണം നമ്മുടെ രാജ്യത്തിന്റെ സമാധാനവും സ്വസ്ഥതയും സൗഹൃദാന്തരീക്ഷവും ഇവിടെ നിലനിൽക്കാൻ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായ സൂഫിയാക്കളുടെ വഴിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുമായി വിഷയങ്ങളെക്കുറിച്ച് ആലോചന നടത്തി നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിർത്താൻ കഴിയണം എന്നത് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരി ചിന്തിക്കുകയും അതിന്റെ പ്രഥമ സ്റ്റെപ്പ് എന്ന നിലക്ക് ഒരു സൂഫി സമ്മേളനം സംഘടിപ്പിക്കുകയും ചെയ്തു. അത് മുക്തകണ്ഠം പ്രശംസനീയമാണ്. സൂഫിയാക്കളെ പ്രൊമോട്ട് ചെയ്യുന്നൊരു പണി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നൊരു പരിപാടിയാണ്. നമുക്കറിയാം, മഹാനരായ അമീർ ഖുസ്രു റളിയല്ലാഹു അൻഹു മഹാനവർകളുടെ പേരിൽ റംഗെ അമീർ ഖുസ്രു എന്ന പേരിൽ ഒരു പ്രത്യേക പ്രോഗ്രാം സംഘടിപ്പിച്ചു. നല്ലൊരു പരിപാടി സംഘടിപ്പിച്ചു. സ്നേഹത്തിന്റെ തെളിനീരൊഴുകുന്ന ആ സ്നേഹത്തിന്റെ വെള്ളരിപ്രാവുകളായി ഈ സമൂഹത്തിന്റെ മനതലങ്ങളിൽ മാറ്റത്തിന്റെ മാറ്റലുകൾ സൃഷ്ടിക്കുന്ന സൂഫി ഗീതങ്ങൾ, സ്നേഹസംഗീതങ്ങൾ, അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രി അതിനുവേണ്ടി ഒരു പ്രത്യേകമായ സംവിധാനം ഒരുക്കി. അതിനെ നമ്മൾ മുക്തകണ്ഠം പ്രശംസിക്കണ്ടേ? നന്മ ആര് ചെയ്താലും അതിനോട് നമ്മൾ ശക്തമായി യോജിക്കും. അതിലൊക്കെ നമുക്കൊരു കൃത്യമായ നിലപാട് വേണ്ടേ? നമ്മളെ നിലപാട് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവന്റെ അമ്മിയുടെ ചോട്ടിലല്ല, നമ്മളെ വാല്. നമ്മളങ്ങനെ ആർക്കും പണയം വെച്ചിട്ടില്ല. നമുക്കത് കൃത്യമായ നിലപാടുണ്ട്. പ്രത്യേകിച്ച് മശായിഖന്മാരെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സംഘം സാദിയത്തു സൂഫിയ, ഞങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലോ, ഞങ്ങൾക്കൊരാളോടുള്ള സ്നേഹത്തിന്റെയും യോജിപ്പിന്റെയും മാനദണ്ഡം മശായിഖന്മാരെ വിഷയത്തിൽ അവർ സ്വീകരിക്കുന്ന നിലപാടെന്തോ അതിനെ ആശ്രയിച്ചിരിക്കും. അതാരാണെങ്കിലും ശരി, അതിനി കേരളത്തിലുള്ളവരായാലും ശരി, കേന്ദ്രത്തിലുള്ളവരായാലും ശരി, നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തിന്റെ വഴികളെ ഇവിടെ പ്രകാശിതമാക്കുന്ന മശായിഖന്മാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടെന്തോ ആ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നവരോട് നമ്മൾ ശക്തമായി യോജിക്കും. അതിനോട് മുഖം തിരിഞ്ഞ് അതിനെ പിന്തിരിപ്പൻ സമീപനം സ്വീകരിച്ചാലോ ശക്തമായി വിയോജിക്കുകയും ചെയ്യും. ഞങ്ങളെ നിലപാട് കറക്റ്റാ. ഞങ്ങളെങ്ങനെ ആരെങ്കിലും കണ്ണുരുട്ടുമ്പോഴേക്ക് ഒളിഞ്ഞു മാറുന്ന ടീമല്ല. അത് വളരെ വ്യക്തമായി തന്നെ നമ്മൾ ആരെയും ഭയപ്പെടാതെ നമ്മളത് ചെയ്യും. അപ്പൊ അതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി കേരളത്തിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ നിയോഗിച്ചു. ആരാ വന്നത്? നമുക്കറിയാം, കേന്ദ്ര ന്യൂനപക്ഷ ദേശീയ അധ്യക്ഷൻ ജനാബ് ജമാൽ സിദ്ദീഖി സാഹിബിന്റെ നേതൃത്വത്തിലുള്ളൊരു സംഘം അവരവിടെ വന്നു. എന്തിനാണ് പ്രധാനമന്ത്രി അവരെ പറഞ്ഞയച്ചത്? നിങ്ങൾ കേരളത്തിൽ പോകണം, എന്നിട്ട് കേരളത്തിൽ ഈ സൂഫിയാക്കളുടെ വഴികളിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആരാണ് എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അവരുമായി
നിങ്ങൾ അഭിമുഖം നടത്തണം. നിങ്ങൾ അവരെ സമീപിക്കണം. അവരുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യണം. നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരത, നമ്മുടെ രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന പൈതൃകം, നമ്മുടെ രാജ്യത്തിന്റെ ഐക്യം, അഖണ്ഡത, അതിനെ കാത്തു സൂക്ഷിക്കാൻ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറാ, ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ ഔലിയ ഖദ്ദസല്ലാഹു സിറാ ഉൾപ്പെടെയുള്ള ഔലിയാക്കളുടെ കുലപതികൾ, ആ മഹാന്മാരുടെ വഴിയെ ഇപ്പോൾ വർത്തമാനകാല സമൂഹത്തിൽ അതിന് സജീവമായി അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന യഥാർത്ഥ സൂഫികൾ, അവരങ്ങൾ കണ്ടെത്തണം. അവരുമായിട്ട് നിങ്ങൾ വിഷയങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ആളുകളെ പറഞ്ഞു വെച്ചു. അപ്പൊ അവരുടെ അന്വേഷണത്തിൽ അവർക്ക് ബോധ്യപ്പെട്ടു, ഇത് കേവലം കാട്ടിക്കൂട്ടലുകളല്ല. ആ സ്നേഹത്തിന്റെ ശത്രുക്കൾക്കെതിരെ അതിശക്തമായ നീക്കങ്ങൾ നമ്മുടെ സാവിയത്തു സൂഫിയ 2017 നടത്തിയ വഹാബി ഭീകരതയ്ക്കെതിരെ, വഹാബീസത്തിന്റെ തീവ്രവാദങ്ങൾക്കെതിരെ, ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ നമ്മൾ ജില്ലാടിസ്ഥാനത്തിൽ നടത്തിയ 2018 തൃശൂർ ജില്ലാ ആദർശയാത്ര, 2017 നമ്മുടെ കേരളത്തിന്റെ അനന്തപുരിയായ തിരുവനന്തപുരത്തെ ഭീമാ പള്ളിയിൽ നിന്ന് ആരംഭിച്ച് കേരളം ടച്ച് ചെയ്ത് പൂർണ്ണമായി നേരെ തൊട്ടടുത്ത സംസ്ഥാനമാകുന്ന കർണാടകയിലെ ഉള്ളാൾ ദർഗാ ഷരീഫിന്റെ സമീപത്ത് സമാപിച്ച നമ്മുടെ ആദർശയാത്ര, അതിൽ നമ്മൾ മുന്നോട്ട് വെച്ച ആശയം എന്താ? സൗഹൃദത്തിന്റെ വീണ്ടെടുപ്പിന് സൂഫി സരണിയെ ഉണർത്തുന്നു. സൗഹൃദം അത് വരയിലും അത് വാക്കിലും മാത്രം ഒതുങ്ങേണ്ടതല്ല, പ്രാവർത്തികമാക്കണം എന്നത് പ്രാക്ടിക്കലാക്കി ഈ സമൂഹത്തെ ബോധവൽക്കരണം നടത്തി വന്യരായ ശൈഖുനയുടെ നേതൃത്വത്തിൽ, അവിടുത്തെ നിർദ്ദേശത്തിൽ, അഹ്സനി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ആദർശയാത്ര നടന്നു. പിന്നീട് ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള യാത്രയുടെ തുടക്കമെന്നോണം തൃശൂർ ജില്ലയിൽ നമ്മളൊരു യാത്ര നടത്തി. അന്നതിന് 2018 അന്ന് നമ്മൾ അതിന് മുന്നിൽ വെച്ച പ്രമേയം എന്താ? വഹാബി ഭീകരതയ്ക്കെതിരെ സൂഫി സരണി ഉണരുന്നു. IS നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് മതസൗഹാർദ്ദത്തിനും സഹിഷ്ണുതയ്ക്കും സാഹോദര്യത്തിനും കേളികേട്ട ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിച്ചിരുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന്, കേരളത്തിലെ വടക്കേറ്റമായ കാസർഗോഡ് ജില്ലയിലെ പടന്നയിൽ നിന്ന് IS മുസ്ലിം ചെറുപ്പക്കാർ റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെട്ടപ്പോ സമൂഹത്തിൽ അതിശക്തമായ ബോധവൽക്കരണം നടത്തി. എന്നിട്ട് ഈ ഭീകരതയെ, ഈ ഭീകര പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന വഹാബിസം ഇസ്ലാമല്ല, മൗദൂദിസം ഇസ്ലാമല്ല, തബ്ലീഗിസം ഇസ്ലാമല്ല, ഇസ്ലാം സൂഫിസമാണ്, ഇസ്ലാം മശായിഖന്മാരുടെ മാർഗമാണ് എന്നുള്ളത് സമൂഹത്തെ ബോധവൽക്കരണം നടത്തി. നമ്മൾ യാത്രകൾ നടത്തി. അപ്പൊ ഇതൊക്കെ കൃത്യമായ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. ഇനി അഥവാ അവരൊന്നും ശ്രദ്ധിച്ചില്ലേ തന്നെ അത് എത്തിച്ചു കൊടുക്കാൻ നമ്മളെ വേറെ ചില സുഹൃത്തുക്കളുണ്ടല്ലോ, വാട്സപ്പിലൊക്കെ ഇങ്ങനെ പ്രചരണം നടത്തുന്നവര്. ഇപ്പോ നമ്മളെ മിനിഞ്ഞാന്ന് വന്ന പരിപാടി ഉണ്ടല്ലോ, അപ്പരിപാടി നമ്മളെ ഔദ്യോഗികമായ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടപ്പോ അത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി വല്ലാതെ ഭഗീര യത്നം നടത്തിയ നമ്മുടെ പഴയകാല സംഘടനാ പ്രവർത്തകർ, വ്യക്തമായി പറഞ്ഞാൽ AP വിഭാഗത്തിലെ സൈബർ തൊഴിലാളികൾ നടത്തിയ പ്രവർത്തനം ഉൾപ്പെടെ ആരൊക്കെ അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ഹൃദ്യമായ കൃതജ്ഞത ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. കാരണം എന്താ? ഒരുപാട് ആളുകളിലേക്ക് ആ സന്ദേശം എത്തി. അതെന്നെ നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? പ്രചരിപ്പിക്കത് ഞങ്ങളൊന്നും ഇട്ടേരുള്ളൂ, പിന്നെ നിങ്ങളാ പ്രചരിപ്പിക്കേണ്ടത്. എല്ലായിടത്തും പ്രചരിപ്പിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് ചിന്തിക്കണം. അങ്ങനെ അവര് വന്നു ഇവിടെ വിഷയങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി.
അപ്പൊ അവരുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു കുരുവട്ടൂർ സാവിയത്തു സൂഫിയ എന്ന് പറയുന്ന സൂഫി വഴിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുവര്യരുണ്ട്. അവരെ ഒന്ന് സന്ദർശിക്കാം. അങ്ങനെ ആ പ്രതിനിധി സംഘം, പ്രധാനമന്ത്രിയുടെ പ്രതിനിധി സംഘം നമ്മുടെ സാവിയയിലെത്തി. അവര് വന്നപ്പോ നമ്മളവരെ സ്വീകരിച്ചു. നമ്മളെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകൾ അവർക്കുണ്ട്. നമുക്കും വലിയ സന്തോഷമായി. കാരണം എന്താ, ഇവിടെ ഈ സൂഫിയാക്കളെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന മൊയ്ലിയക്കന്മാര്, ആ മൊയ്ലിയക്കന്മാരെക്കാളും മശായിഖന്മാരെ വിഷയത്തിൽ ഉഷാറാ വന്ന ആൾക്കാരാ ആന്ന് ഞാൻ വെറുതെ പറയൽ. അതിപ്പോ നിങ്ങളെ അടുത്തേക്ക് വന്ന കാരണം നിങ്ങൾ പറയണല്ലേ മൊയ്ലിയേരെന്ന്. അല്ല കൂട്ടുകാരെ, ഈ പറഞ്ഞ ഈ ന്യൂനപക്ഷ ദേശീയ അധ്യക്ഷൻ ജനാബ് ജമാൽ സിദ്ദീഖ് ജി വന്നിട്ട് സംസാരിക്കുമ്പോ സലാം പറഞ്ഞിട്ട് തുടങ്ങുന്ന തുടക്കം എങ്ങനെയെന്നറിയോ? മശായിഖന്മാരെ എതിർക്കുന്ന കുറെ AP മൊയ്ലിയാക്കന്മാരുണ്ടല്ലോ, ഈ പൊന്മളയെപ്പോലെ പേരോടിനെ പോലുള്ള ആൾക്കാർ. ഞാൻ പറയണത് അവർ പെട്ടെന്ന് പോയില്ലെങ്കിൽ അവരെ മുമ്പിൽ ബറ്റികളെ കൊണ്ടുപോയിട്ട് 2 ദിവസം ഇരുത്തി കൊടുക്കായിരുന്നു. എത്ര ഉഷാറിലാണ് അള്ളാഹുവിന്റെയും ഹബീബരായ മുത്തു റസൂലിന്റെയും മശായിഖന്മാരോടുമുള്ള ബന്ധം. അത് ശക്തമായി പറഞ്ഞ് അവരെ വിട്ടിട്ട്, അള്ളാനെ വിട്ട്, റസൂലിനെ വിട്ട്, മശായിഖന്മാരെ വിട്ട്, നമ്മളെ സാവിയിൽ വന്നിട്ട് പറ നമ്മളെ ശൈഖുനാനെ കണ്ടുമുട്ടിയിട്ട് പിന്നെ പറയും ശൈഖുനാനെ വിട്ടിട്ട് ഒരു കളിക്കും ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് അവര് പ്രസംഗം തുടങ്ങാണ്. അങ്ങനൊക്കെ ഉണ്ടോ മൊയ്ലിയേരെ? ഇപ്പോ പറയല് മാത്രല്ല, കേൾപ്പിക്കലും കാണിക്കലും ഒക്കെ നടക്കണ കാലല്ലേ. വെച്ചു കൊടുക്കുവാനെ. अस्सलाम वालेकुम रहमतुल्लाहि व बरकातहू। नारे तकबीर, नारे तकबीर, नारे रिसालत, नारे रिसालत। ख्वाजा गरीब नवाज का दामन, ख्वाजा गरीब नवाज का दामन, सूफी से खुनाजे का दामन। स्टेज पे तशरीफ फरमा मोहतरम वाले जनाब सूफी शेखुना जी। കണ്ടോങ്ങള് എത്ര ഉഷാറിലാണ്. ഇങ്ങനെ ഈ AP മൊയ്ലിയാക്കന്മാർ ഇങ്ങനെ മഹാന്മാരെ വിളിച്ചിട്ടൊരു പരിപാടി തുടങ്ങണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ കുട്ടികൾക്ക് അതിനെ തൗഫീക്കില്ലാന്ന്. അപ്പൊ അതിനേക്കാളൊക്കെ എത്ര ഉഷാറുള്ള മനുഷ്യനെ ഇയാളൊക്കെ ശരിക്കും മുഷാവറയിൽ കിടക്കണ്ട്. ഈ AP മുഷാവറയിലുള്ള ആൾക്കാരെക്കാളും ഉഷാറാണല്ലോ ഇപ്പൊ ഇയാൾ. നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇങ്ങനെ ആ പ്രധാനമന്ത്രിയുടെ പ്രതിനിധിയായി സൂഫിയാക്കളുടെ വഴിയെ ഇവിടെ സജീവമാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ശൈഖുനയുടെ സാവിയയിൽ വന്നു, ഉരുവട്ടൂർ സാവിയയിൽ വന്നു. അയാളുടെ ഈ ജീവിത കാലയളവിനുള്ളിൽ 10,000-ഓളം വരുന്ന മശായിഖന്മാരുടെ സാവിയകളിൽ, കാൻഗാഹുകളിൽ അദ്ദേഹം പോയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ തന്നെ പുറത്തുവിട്ട പ്രസംഗത്തിൽ കാണാം. നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്തിനാ എന്നിട്ട് അവർ വന്നത്? എന്തിനാണ് നരേന്ദ്രമോദി അവരെ പറഞ്ഞയച്ചത്? പ്രധാനമന്ത്രി അദ്ദേഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറഞ്ഞയച്ച ആ പ്രതിനിധി സംഘത്തെ ഏൽപ്പിച്ച ദൗത്യം എന്താണ്? അത് അദ്ദേഹം തന്നെ വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അവിടെ പറഞ്ഞു. എന്തേ പറഞ്ഞത്? ഇവിടെ ഞങ്ങളെ പ്രധാനമന്ത്രി പറഞ്ഞയച്ചത്, ഞങ്ങൾ ഇവിടെ വന്നത് ഈ സൂഫിയാക്കളുടെ വഴിയിൽ, സ്നേഹത്തിന്റെ വഴിയിൽ, ഖാജാ തങ്ങളുടെ വഴിയിൽ, അങ്ങനെയുള്ള വലിയ വലിയ സൂഫി ഗുരുവര്യന്മാരുടെ വഴിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ നേരിട്ട് കാണാനും അവരുമായി ബന്ധം സ്ഥാപിക്കാനും നമ്മുടെ രാജ്യത്തിന്റെ സുഗമമായ മുന്നോട്ടുള്ള ഗമനത്തിന്, രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിച്ചുകൊണ്ട് സൗഹാർദ്ദത്തോടെ, സഹിഷ്ണുതയോടെ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് എന്താണ് ഫോർമുലയായി വെക്കാനുള്ളത്? അതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ രൂപത്തിലുള്ള ഭാഗധേയത്വമാണ് നിങ്ങൾക്ക് നിർവഹിക്കാനുള്ളത്? എന്തു സഹായമാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് അതിന് നിങ്ങൾക്ക് താങ്ങായി തണലായി ഞങ്ങൾക്ക് ചെയ്തു തരാനുള്ളത്?
അത് അവരുമായി ചർച്ച ചെയ്യണം. അല്ലാതെ അവരെ പാർട്ടിയിലേക്ക് ക്ഷണിക്കാനല്ല. അദ്ദേഹം വന്ന് പ്രസംഗിച്ചതാ പാർട്ടിയിലേക്ക് ക്ഷണിക്കാനല്ല. അവരെ പാർട്ടിയിലേക്ക് ചേർക്കേണ്ടവർ അല്ല സൂഫിയാക്കൾ. കാരണം അവർ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രം ആളുകളല്ല. ആര്? മശായിഖന്മാർ, സൂഫിയാക്കൾ. അവര് കോൺഗ്രസിൽ മാത്രം, കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ BJP-ക്കാരോ മുസ്ലിം ലീഗുകാരോ അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ പരിമിതപ്പെടുത്തേണ്ടവർ അല്ല. അവർ എല്ലാവർക്കു വേണ്ടിയുമുള്ളവരാണ്. അവർക്ക് അവരുടെ സവിധത്തിൽ എല്ലാവർക്കും വരണം, അനുഗ്രഹം വാങ്ങണം, പുണ്യം നേടണം, അവരുടെ പ്രാർത്ഥന ലഭിക്കണം. അങ്ങനെയുള്ളവരാണവർ. അല്ലാതെ അവരെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ മാത്രം തളച്ചിടാനുള്ളവരല്ല. അങ്ങനത്തെ ആളുകളല്ല സൂഫിയാക്കൾ. അങ്ങനെ അവരെ പാർട്ടിയിലേക്ക് ക്ഷണിക്കാനുമല്ല നിങ്ങളെ പറഞ്ഞയക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങൾ വന്നതിന്റെ ലക്ഷ്യമിന്നതാണ് എന്ന് അദ്ദേഹം തന്നെ പ്രസംഗത്തിൽ പറയുന്നത് കേട്ടു നോക്കൂ നിങ്ങൾ. उन्होंने हमें ये कहा था कि जो सूफी है किसी एक के नहीं होते, सबके हैं, उनसे जुड़ना, लेकिन उनको पार्टी से जोड़ने की कोशिश नहीं करना. वो किसी एक पार्टी की नहीं है, वो सभी के हैं. सबको अधिकार है कि उनके पास जाकर दुआएं लें. सबको अधिकार है कि उनके पास आए मिले, लेकिन हम उनसे जुड़कर उन കണ്ടോ എത്ര വ്യക്തമായിട്ടാണ് അവർ പറയുന്നത്. ഇതിങ്ങനെ ആരെങ്കിലും ഒന്നുണ്ട് വരുമ്പോഴേക്ക് ഇവർക്ക് വേറെ പലതോ ഓർമ്മ വരുന്നുണ്ട്. ഇത് മശായിഖന്മാരെ ഹളറത്തിലേക്ക് വരുന്നത് നിങ്ങളെ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ പലരും ക്ഷണിച്ചോണ്ടോലുണ്ട്. അത് എപ്പോഴാ? അതിങ്ങനെ മണ്ണുമാന്തിയുടെ ഓർമ്മ വരുമ്പോഴാ നിങ്ങൾ ക്ഷണിച്ചോണ്ടോല്. നിങ്ങൾക്ക് ഇങ്ങനെ ഈ ചുവന്ന കുന്നൊക്കെ നിങ്ങളെ ഉറക്കം കെടുത്തുമ്പോഴാ നിങ്ങൾ പലരും ക്ഷണിച്ചോണ്ടോല്. നിങ്ങൾ പലരും ക്ഷണിക്കല് രാഷ്ട്രീയ രംഗത്തുള്ളവരൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് സ്വീകരണം കൊടുക്കലെപ്പോഴാ? നികുതിയിലൊക്കെ വെട്ടിപ്പ് നടത്തിയിട്ട് വാർത്ത പുറത്തു വരുമ്പോഴാ. അപ്പൊ അവനാന്റെ സ്വഭാവം തന്നെയാണ് മറ്റുള്ളവർക്കൊന്നൊരു തോന്നല് ഇവർക്ക് വന്നതാ. ചെങ്ങായിമാരെ, ഇത് വേറെ രൂപം. ഇത് പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രതിനിധി സംഘത്തെ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ സൂഫി വഴികളുള്ള ആളുകളെ നേരിട്ട് ബന്ധപ്പെടാനും അവരിൽ നിന്ന് അവരുടെ അഭിപ്രായമാരായാനും വേണ്ടി വിട്ടതാ. നിങ്ങളെടുത്തൊക്കെ വിട്ടിട്ട് കാര്യമില്ല. നിങ്ങൾക്കെന്തേ? നിങ്ങളെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? മൊയ്ലിയന്മാരെ ഇസ്ലാം. മൊയ്ലിയന്മാരെ ഇസ്ലാം അതിങ്ങനെ കുടുസായ ഇസ്ലാമ, കട്ടികൂട്ടിയ ഇസ്ലാമ. സൂഫിയാക്കളെ ഇസ്ലാമോ? സൂഫിയാക്കൾ ഉണ്ടാക്കുന്നത് പൂവാണ്, പുഷ്പം, പൂവ്. ആ പൂവാണ് അവരുണ്ടാക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. മൊയ്ലിയാക്കന്മാരുണ്ടാക്കുന്നതോ വലിയ മതിൽക്കെട്ടുകളാണ്. നമ്മൾ മാത്രം മതി, ഞാനും എന്റെ കെട്ടിയോളും ഒരു തട്ടാനും, കുടുസായ ചിന്താഗതി. ഞാനും എന്റെ മോനും എന്റെ മരുവനും, അത് മതി എന്നൊരു കുടുസായ ചിന്താഗതി. ഇതാണ് മൊയ്ലിയമാരെ ഇസ്ലാം. യഥാർത്ഥ ഇസ്ലാം സൂഫിയാക്കളെ ഇസ്ലാമാണ്. അതാണ് ഗസാലി ഇമാമ് പറഞ്ഞത്, ഏറ്റവും നല്ല സ്വഭാവം സൂഫിയാക്കളെ സ്വഭാവം, ഏറ്റവും നല്ല ചര്യ സൂഫിയാക്കളെ ചര്യ. കണ്ടോങ്ങള്, അത് സൂഫിയാക്കളിലൂടെയാണ് പ്രകടമാവുക. മൊയ്ലിയക്കന്മാരിൽ നിന്നത് കിട്ടൂല. ഇന്ന ദീന യുസ്റുൻ, ദീന് എളുപ്പ, ദീന് പൂവാണ്, പൂ, പുഷ്പം. എല്ലാവർക്കും സ്വീകരിക്കാം. എല്ലാവരെയും ആകർഷിക്കുന്ന പരിശുദ്ധമായ തത്വസംഹിതയാണ്, ജീവിത പദ്ധതിയാണ് പരിശുദ്ധ ഇസ്ലാം. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. സൂഫിയാക്കളെ ഇസ്ലാമാണ് അല്ലാഹ് ഇവിടെ പ്രകാശിപ്പിച്ചിട്ടുള്ളത്, മൊയ്ലിയാക്കന്മാരെ ഇസ്ലാമല്ല. ഇത് നിങ്ങൾക്ക് വഴന്നു പറഞ്ഞു തരാണ് ആര്? ഡോക്ടർ ജമാൽ സിദ്ദീഖി സാഹബ്. അതാ പറഞ്ഞു, നിങ്ങളെ മുസാവറിനെക്കാളും ആ വിഷയത്തിൽ അയാൾക്ക് അവഗാഹമുണ്ട്. പറഞ്ഞു കൊടുക്കും സാഹിബേ. इस्लाम
एक सूफियों का है और एक इस्लाम मौलवियों का है, तो दोनों में फर्क क्या है? तो बुजुर्ग ने कहा कि जो सूफी का इस्लाम है वो पुल बनाता है, एक दूसरे को करीब लाता है, और जो मौलवी का इस्लाम है वो दीवार खड़ा करता है। जो सूफी का अल्लाह है वो रहीम है, वो रहमान है, वो माफ करने वाला है, वो प्यार करने वाला है, और अपने आप को मुसलमानों का ठेकेदार कहते हैं। इन्होंने दुनिया को तबाही की तरफ ले जाने का काम किया है। കണ്ടോ, സൂഫിയാക്കളെ ഇസ്ലാം റഹീമാണ്, കാരുണ്യമാണ്, കരുണയാണ്. മൊയ്ലിയന്മാരെ ഇസ്ലാമോ ക്രൗര്യമാണ്, വെട്ടിപ്പാണ്, തട്ടിപ്പാണ്, ചതിയാണ്, വഞ്ചനയാണ്, കൊള്ളയാണ്, ഗുണ്ടായിസമാണ്. അത് മൂപ്പർക്ക് തിരിഞ്ഞിക്കണ്. നിങ്ങൾ മേപ്പെട്ടോക്ക് ആവിട്ടിട്ട് കാര്യല്ല. നിങ്ങൾ ലോക ഉടായിപ്പ, നിങ്ങളിങ്ങനെ മറ്റുള്ളവരെ കൊല്ലാനും ഗൂഢാലോചന നടത്തുക, എന്നിട്ട് ആ സ്ഥാപനത്തിൽ തന്നെ പ്രശ്നം വരുന്ന സമയത്ത് ആൾക്കാരെ വിളിച്ചോണ്ടുപോവുക, സ്വീകരണം കൊടുക്കുക. നിങ്ങൾ ഗുണ്ടായിസത്തിന്റെ ആൾക്കാരാ, നിങ്ങൾ ചതിയുടെ ആൾക്കാരാ, നിങ്ങൾ അള്ളാടെ വീടും അതിന്റെ സ്ഥലം തന്നെ വെട്ടിപ്പിടിക്കുന്നവരാ. അള്ളാടെ പള്ളിയുടെ സ്ഥലം കള്ളത്തരത്തിലൂടെ കള്ള രജിസ്ട്രേഷൻ നടത്തിയിട്ട് ആധാരത്തിൽ പേര് വാപ്പാടി മോന്റി മരിയൊക്കളതൊക്കെ കൂട്ടിച്ചേർക്കണ ആൾക്കാരങ്ങള്. ചതിയാണ്, ചതിയുടെ ഇസ്ലാമാണ് മൊയ്ലിയന്മാരെ ഇസ്ലാം. വഞ്ചനയുടെ ഇസ്ലാമാണ് മൊയ്ലിയന്മാരെ ഇസ്ലാം. കൊള്ളയുടെ ഇസ്ലാമാണ് മൊയ്ലിയന്മാരെ ഇസ്ലാം. ഗുണ്ടായിസത്തിന്റെ ഇസ്ലാമാണ് പ്രത്യേകിച്ച് AP സമസ്തക്കാരെ ഇസ്ലാം എന്ന് മൂക്ക് കീപ്പട്ടും മടമ്പ് പുറകോട്ടും അന്നം കഴിക്കുന്ന എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ അവരെ വരവോടുകൂടി ഇവിടെ ഒന്നുകൂടി വ്യക്തമായത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പൊ സൂഫിയാക്കളെ ഇസ്ലാം സൗന്ദര്യമുള്ള ഇസ്ലാം, മൊയ്ലിയാക്കന്മാരെ ഇസ്ലാമോ കുടുസായ ഇസ്ലാം, മതിൽക്കെട്ടുകൾ തീർക്കുന്ന ഇസ്ലാം. ഇതുകൊണ്ടാണോ സൂഫിയാക്കളെ ഹളറത്തിലെത്തിയപ്പോ കാലിക്കറ്റ് സർവകലാശാലയിൽ 4 വർഷം VC ആയിരുന്ന മുൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അദ്ദേഹത്തെ അനുഗമിച്ചവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? സാവിയത്തു സൂഫിയയിൽ വന്നിട്ടേ, കുരുവട്ടൂര് സാവിയത്തു സൂഫിയയിൽ ഈ കാലഘട്ടത്തിൽ മഹാനരായ മടവൂർ ശൈഖുലയുടെയും നാഗൂർ ശൈഖുലയുടെയും ഖാജാ തങ്ങളുടെയും ഗൗസുൽ തങ്ങളുടെയും പരിശുദ്ധമായ വഴികളെ കേരളീയ സമൂഹത്തിന് ക്രിയാത്മകമായി വളരെ കൃത്യമായി കാണിച്ചു കൊടുക്കുന്ന കാലഘട്ടം കനിഞ്ഞരളിയ കനകമാകുന്ന ഞങ്ങളെ വന്യരായ ശൈഖുന, ആ ശൈഖുനയുടെ ഹളറത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലർ വന്ന് 5 മിനിറ്റ് കൊണ്ട്, എത്ര 5 മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിനുണ്ടായ അനുഭവം എന്താ ഞങ്ങൾ പറയുന്നില്ല, പറയട്ടെ. നിങ്ങളുടെ സ്ഥാപനത്തിൽ കയറിയപ്പോൾ നിങ്ങളുടെ ഉസ്താദ് 5 നിമിഷം കൊണ്ട് എൻ്റെ ഹൃദയത്തിൽ കയറി ഹൃദയം മൊത്തം കീഴടക്കിയ, എന്തുകൊണ്ട് ഞാൻ കാലിക്കറ്റ് സർവകലാശാലയിൽ 4 കൊല്ലം VC ആയിരുന്നിട്ടും ഈ സദനത്തിൽ വന്നില്ല, എന്തുകൊണ്ട് വന്നില്ല, എന്തുകൊണ്ട് നേരെ വന്നില്ല എന്നുള്ള ദുഃഖവും നിങ്ങളുടെ നേതാവിനെയും നിങ്ങളെയും ഒക്കെ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ വെച്ചുകൊണ്ടുള്ള തിരിച്ചുള്ള യാത്രയും. കണ്ടോങ്ങള്, മശായിഖന്മാരെ ഹളറത്തിൽ അവർക്ക് പാർട്ടിയില്ല, അവർക്ക് ഗ്രൂപ്പില്ല, അവരുടെ ഇന്ന മതക്കാരോടെ വരാൻ പാടുള്ളൂ എന്ന നിബന്ധന അവർക്കില്ല. അവിടെ ഏത് പാർട്ടിക്കാർക്കും വരാം, ഏത് ഗ്രൂപ്പുകാർക്കും വരാം, ഏത് മതക്കാർക്കും വരാം. ഞങ്ങളെ സാവിയയിൽ കഴിഞ്ഞ 1 മാസത്തിന്റെ ഉള്ളിലല്ലേ കോഴിക്കോട് MP വന്നു. അതുപോലെ തന്നെ ഇവിടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികൾ ഞങ്ങളെ സാവിയ സന്ദർശിച്ചു. കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിം ലീഗുകാരും ഞങ്ങളെ സാവിയ സന്ദർശിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രതിനിധിയായിട്ട് അവരും വന്നു, ഞങ്ങൾ അവരെയും സ്വീകരിച്ചു. കുരുവട്ടൂർ സാവിയത്തു സൂഫിയ
അത് ഇന്നാളുകൾക്കേ വരാൻ പാടുള്ളൂ എന്ന നിബന്ധന അവിടെ ഇല്ല. ഒരു നിബന്ധന ഉണ്ട്, വഹാബി അവിടേക്ക് വരരുത്, ജമാഅത്തെ ഇസ്ലാമിക്കാർ അവിടേക്ക് വരരുത്, തബ്ലീഗ് ജമാഅത്തുകാരൻ വരരുത്. കാരണം എന്താ? അവർ സ്നേഹത്തിന്റെ ശത്രുക്കളാ, അവര് വരരുത്. അവർക്ക് കൂട്ടുപിടിക്കുന്ന അല്ലാഹുവിന്റെ റസൂല് കുഴഞ്ഞു കിടക്കുന്ന പിതാവിനെ പോലെയാണ്. മുത്തിലും മുത്തായ മുത്തു റസൂലിന് ഒരു സഹായവും ചെയ്യാൻ കഴിയൂല. റസൂലുള്ള സഹായിച്ചു എന്ന് പറയുന്നത് അതബല്ല. അല്ലാഹുവിന്റെ റസൂലിന് ഇടയ്ക്കിടെ നിഴലുണ്ട്. റസൂലുള്ളാഹിയുടെ ശരീരത്തിൽ ഈച്ചയിരിക്കും, ഹബീബരായ തങ്ങളുടെ ശരീരം തീയിലിട്ടാൽ കരിയും എന്ന് പറയുന്ന നവവഹാബിയും വരരുത്. നിങ്ങൾ വരരുത്. അതിനൊക്കെ തൗബ ചെയ്തിട്ട് ഇപ്പോ അയൽവാദി വന്നിട്ട് അവിടെ വന്നിട്ട് മാപ്പ് പറയുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം. അത് ഉറപ്പില്ല. കാരണം എന്താ? ഇവരെ വിശ്വസിക്കാൻ പറ്റൂല. അതൊന്ന് വ്യക്തമായതിന്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യും? അതിന് വേണ്ട നിലപാട് നമ്മൾ പറയും. വഹാബി വരരുത്, ജമാഅത്തെ ഇസ്ലാമി തബ്ലീഗ് ജമാഅത്തുകാരൻ വരണ്ട. അല്ലാത്ത ഏതാളുകൾക്കും, സ്നേഹത്തിന്റെ ശത്രുക്കളല്ലാത്ത എല്ലാവർക്കും ആ കവാടം എന്നും മലർക്കെ തുറക്കപ്പെട്ടതാണ്. അതാണ് മുത്ത് റസൂലിന്റെ മാർഗം, അതാണ് മശായിഖന്മാരുടെ മാർഗം. ആ മാർഗമാണ് സാവിയത്തു സൂഫിയ ഇന്നും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് സംഭവിച്ചപ്പോ ഇപ്പൊ എന്താ അത്രയും വിശദീകരിച്ചതെന്നറിയോ? ഞാൻ നമ്മളെ പരിപാടി കഴിഞ്ഞ് നമ്മളെ ഔദ്യോഗികമായ പോസ്റ്റ് അത് പുറത്തു വന്നോടുകൂടി ഞാൻ പറഞ്ഞില്ലേ, ചില ആളുകളൊക്കെ അതങ്ങണ്ട് പ്രചരിപ്പിച്ചിട്ട് അത് ഫുള്ളായിട്ട് പ്രചരിപ്പിക്കൂല. ഫുള്ളായിട്ട് പ്രചരിപ്പിച്ചാലോ പ്രശ്നാണ്. കാരണം എന്താ? അപ്പൊ ഇവരെ കള്ളത്തരം നടക്കൂല. അപ്പൊ ഇന്ന് സന്ദർഭത്തിൽ നിന്ന് കുറച്ച് മാത്രം അടർത്തിയെടുത്തിട്ട് കേട്ടാൽ ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് അതിങ്ങനെ പ്രചരിപ്പിക്കുക. അവിടെ വന്നപ്പോ സാവിയിൽ വന്നപ്പോ അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് വിനീതനായ എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ സംസാരിച്ചു. ആ സംസാരത്തിന്റെ കുറച്ചു ഭാഗം കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് എന്തേ അവിടെ പറഞ്ഞ വാക്ക്? ഇന്ത്യ രാജ്യത്തിന്റെ ബഹുസ്വരതയും ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഏതൊക്കെ രാക്ഷസന്മാരുണ്ടോ അവരിൽ നിന്നൊക്കെ രാജ്യത്തെ രക്ഷപ്പെടുത്തി മുന്നോട്ടു പോകാൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്ന മോദിജിക്ക് കരുത്തു പകരണം. ഇതാ ഞാൻ പറഞ്ഞത്. ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഇത് പറയാൻ, ആർജവത്തോടുകൂടി പറയാൻ, ആരെയും ഭയപ്പെടാതെ പറയാൻ ഞങ്ങൾക്ക് കഴിയും. എന്തുകൊണ്ട് കഴിയും? എന്തുകൊണ്ട് കഴിയും? ഞങ്ങൾ മൊയ്ലിയമാരെ ഇസ്ലാം സ്വീകരിച്ചവർ അല്ല. ഞങ്ങൾ മുത്ത് റസൂല് പഠിപ്പിച്ച ഇസ്ലാം, ഔലിയാക്കള് പഠിപ്പിച്ച ഇസ്ലാം, മശായിഖന്മാര് പഠിപ്പിച്ച ഇസ്ലാം, ആ ഇസ്ലാമാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കവിടെ ആരെയും ഭയപ്പെടേണ്ടതില്ല. എന്തേ ഹബീബരായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്? ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് എന്താ? ഊസീകും ബിത്തഖ്വല്ലാഹ് വസ്സംഇ വത്താഅ വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശിയ്യൻ. ആ റിയാദുസ് സാലിഹീനെങ്കിലും ഒന്ന് ഓതി പഠിക്കാമായിരുന്നില്ലേ മൊയ്ലിയമാരെ? നിങ്ങൾക്ക് സൈബർ പോരാളികൾ എന്ന് പറഞ്ഞ് അതിൽ ഉഴുതുമറിച്ചുകൊണ്ടിരിക്കുന്നവരെ അതെങ്കിലും ആ ഹദീസെങ്കിലും ഒന്ന് പഠിക്കാമായിരുന്നില്ലേ? എന്തേ പറഞ്ഞത്? നിങ്ങളുടെ ഭരണാധികാരികളായ ഒരു ടീമിനെ ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു അമീറിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു ഭരണാധികാരി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ വഴിപ്പെട്ടുകൊള്ളണം. ആ പിന്തുണ പ്രഖ്യാപിക്കുന്ന, കൂടെ നിൽക്കുക, ചേർന്ന് നിൽക്കുക, അതിനേക്കാളൊക്കെ കടുപ്പുള്ള വാക്കാ ചെങ്ങായിമാരെ വഴിപ്പെടുക എന്നുള്ളത്. ഈ താഴത്തെ വഴിപ്പെടുക അറിയോ നിങ്ങൾക്ക്? അതുകൊണ്ട് തന്നെ ഞാൻ വളരെ വ്യക്തമായി ചോദിക്കുന്നു, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ പ്രതിനിധി സംഘം കുരുവട്ടൂർ സാവിയത്തു സൂഫിയയിൽ വന്നപ്പോ അവർക്ക് വേണ്ടി ഞങ്ങൾ വേദിയൊരുക്കി അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നീക്കിക്കൊണ്ടിരിക്കുന്ന മശായിഖന്മാരുടെ വഴിയെ സൂഫിയാക്കളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പരാമർശിച്ച് അതിനുശേഷം രാജ്യത്തിന്റെ ഐക്യവും
അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാനും ബഹുസ്വരത നിലനിർത്താനും ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ മോദിജിക്ക് കരുത്തു പകരണം എന്ന് ഞാൻ പറഞ്ഞ ആ വാക്ക് മതപരമായോ ഇന്ത്യ രാജ്യത്തിന്റെ നിയമപരമായോ എന്തെങ്കിലും ഒരു തെറ്റുണ്ടെന്ന് ഔദ്യോഗികമായി ഒരു പ്രസ്താവന ഇറക്കാൻ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കാൻ, ഒരു പ്രസ്താവന ഇറക്കാൻ ആളായി പറന്ന AP സമസ്തക്കാരുണ്ടോ? ഇറക്കിങ്ങള്. ബാക്കി നമുക്ക് അപ്പൊ നോക്കാം. നിങ്ങൾ ആരോടാ കളി? മശായിഖന്മാരെ മക്കളോടോ? എടോ, മതപരമായി ഇന്ത്യ രാജ്യത്തിന്റെ നിയമങ്ങൾക്കനുസൃതമായി ഞങ്ങൾ പറഞ്ഞതിൽ എന്താ തെറ്റ്? തെളിയിക്കാൻ കുട്ടികളാണെങ്കിൽ അവിടെ ഇവിടെ ഞാഞ്ഞാമിഞ്ഞ് പറഞ്ഞ പോരാ. നമ്മളെ പഴയ കൂട്ടുകാരുണ്ടല്ലോ, നമ്മളെ മിസ്റ്റർ സോളാർ അറിയില്ലേ? നമ്മളെ ഒമ്പാട്ടുകാരൻ സോളാർ സഖാഫി, മൂപ്പരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടു. മൂപ്പർക്ക് പറയേണ്ട വിഷയം എന്താ? ഔന്റെ ചെങ്ങായി ഇതൊക്കെ അത്ര അന്തം കമ്മിയായി പോയല്ലോ. നമ്മളൊക്കെ ഒപ്പം നിൽക്കുന്ന സമയത്ത് എനിക്ക് കുറച്ചൊക്കെ ഒരു അന്തം ഉണ്ടായിരുന്നില്ല എങ്ങായി. ഇപ്പൊ എന്താ പറയണെന്നറിയോ? എല്ലാവരെയും കൂടിയിട്ട് ഒരുപാട് ആൾക്കാരെപ്പം മോദിയുടെ ആൾക്കാരുപരൊപ്പം, കേരളത്തിൽ നിന്ന് മറ്റേ ആൾക്കാരുപരൊപ്പം, ഈ ആൾക്കാരുപരൊപ്പം, ഇതൊക്കെ കൂടിയിട്ട് ഒരു ചട്ടിയിലിട്ടിട്ട് വറുത്തെടുക്കലെങ്ങനെ എത്ര ആലോചിച്ചിട്ടും പിടി കിട്ടണില്ല. പടച്ചോനെ, വല്ലാത്ത കറാമത്ത് തന്നെ. ആരെ? നമ്മളെ സോളാറിന്റെ പ്രതികരണം. ഇത് മറ്റേ ചട്ടിയല്ല സോളാറേ. ഏത്? എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്, സോറി മാഡം. അല്ല, ഇത് മറ്റേ ചട്ടിയല്ലത്. ഇതങ്ങനെ ഒരു ചുക്കും ചുണ്ണാമ്പോ അറിയില്ല എന്ന് പറഞ്ഞ മൂപ്പര്. അതെ, അനക്കറിയണ ചില ചുക്കും ചുണ്ണാമ്പുണ്ട്, അറിയൂല. അന്റെ ചുക്കും ചുണ്ണാമ്പൊക്കെ ഈ പലയിടത്തും കൊണ്ടുപോയിട്ട് അനാവശ്യമായ ജീവിതത്തിലുള്ള ചുക്കും ചുണ്ണാമ്പൊക്കെ ആയിട്ട് എന്തൊക്കെയോ ചില പോക്കുകൾ നടത്തി, ചില പോക്ക് കേസുകളൊക്കെ ഉണ്ടല്ലോ. ആ ചുക്കും ചുണ്ണാമ്പുക്ക് അറിയൂല. ആ ചുക്കും ചുണ്ണാമ്പുക്ക് അറിയും വേണ്ട. അള്ളാഹു നമുക്കൊക്കെ കാവല് തരട്ടെ. അതല്ല ഞങ്ങൾ ചോദിച്ചത്. രാജ്യത്തിന്റെ നിയമത്തിനനുസൃതമായിട്ടല്ലാതെ പരിശുദ്ധ ഇസ്ലാം മതപരമായി അംഗീകാരം നൽകിയിട്ട് ഉള്ള വിഷയമല്ലാതെ ഈ വിഷയത്തിൽ ഞങ്ങൾ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? തെളിയിക്കട. ആൺകുട്ടികളാണെങ്കിൽ അതല്ലേ ആൺകുട്ടികൾക്ക് പറ്റിയ പണി. അല്ലാതെ അങ്ങനെ അടുക്കള ഇരുന്നിട്ട് അതൊക്കെ പെണ്ണുങ്ങൾക്ക് പറഞ്ഞ പണിയല്ലേ. എന്താ എന്റെ നാവിന്റെ നീട്ടൊക്കെ എവിടെ പോയി? പറയ്, ആൺകുട്ടിയായിട്ട് വന്നിട്ട് പറയ്. അപ്പോഴല്ലേ ഒരു ഉസാറുള്ളോ? എന്താ എന്റെ ആ ഗീർവാണൊക്കെ, ആ കാളമൂത്ര പ്രസംഗത്തിന്റെ ഊക്കൊക്കെ ഇപ്പൊ തീരെ സ്റ്റേജ് കിട്ടണില്ലേ? ഇപ്പൊ എന്തെങ്കിലും സ്റ്റേജ് കിട്ടാൻ വേണ്ടി ഒരു അവസരം ഉണ്ടാക്കി വെക്കുക. അത് നടക്കൂല. ഇങ്ങക്ക് ഏത് വിഷയത്തിലാ ചങ്ങായിമാരെ അതബ്? ഒരു വിഷയത്തിലും ഇങ്ങക്ക് അതബില്ലല്ലോ. ഏതിലാ ഇങ്ങക്ക് നിലപാട്? എന്നിട്ട് ഇങ്ങളാ ഞങ്ങളോട് നിലപാട് ചോദിക്കാൻ വരുന്നത്? ഞങ്ങളോട് നിലപാട് ചോദിക്കാൻ വരുന്ന ആൾക്കാരാര്? AP സമസ്തക്കാര്. ഇങ്ങക്ക് നിങ്ങൾ മതപരമായ വിഷയത്തിൽ നിങ്ങൾക്ക് നിലപാടുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന് നേലുണ്ടോ? അല്ലേ? നിലപാട് പറയണോ മുസാഫറക്കാരെ? റസൂലുള്ളാഹിയുടെ ശരീഅത്തിൽ ഈച്ച ഇരിക്കോ ഇല്ലേ? നിലപാട് പറ. ഹബീബരായ തങ്ങളെ ശറഫാക്കപ്പെട്ട ശരീരം തീയിലിട്ട കരിയോ അല്ലേ? നിലപാട് പറ. മുത്തിലും മുത്തായ മുത്ത് റസൂലിനെ സ്വപ്നത്തിൽ കണ്ടാൽ പിശാചായേക്കാം. നിലപാട് പറയാ. അത് ശരിയാണോ അല്ലേ? അല്ലാഹുവിന്റെ റസൂല് കുഴഞ്ഞു കിടക്കുന്ന ഒന്നിനും കഴിയാത്ത പിതാവിനെ പോലെയാണ് എന്ന് പറഞ്ഞത് അത് ശരിയാണോ അല്ലേ? നിലപാട് പറ. മടവൂർ ശൈഖുന ഖുതുബുൽ ആലമാണോ അല്ലേ? നിലപാട് പറ. ഔലിയാക്കളെ കറാമത്ത് എല്ലാം പറയാൻ പറ്റുമോ പറ്റൂലേ? നിലപാട് പറ. മതവിഷയത്തിൽ പോലും നിലപാട് പറയാൻ പറ്റാത്തങ്ങള് അങ്ങളാണോ? എടോ, ഇങ്ങക്ക് നിലപാട് പോയിട്ട് നിലപാടുമില്ല, നിലവാരമല്ല ഇങ്ങക്ക്. ഈ നിലപാടും നിലവാരവുമില്ലാത്ത ഏറ്റവും മതപ്പതിച്ച വഹാബിയേക്കാൾ, മൗദൂദിയേക്കാൾ, തബ്ലീഗിനേക്കാൾ, നിരീശ്വരവാദിയേക്കാൾ, യുക്തിവാദിയേക്കാൾ അതപ്പതിച്ച AP വിഭാഗമേ, ഇങ്ങക്ക് എന്ത് നിലപാടാടോ? എന്ത് നിലവാരം ഇങ്ങക്കുള്ളത്? ഈ നിലപാടും നിലവാരമൊന്നുമില്ലാത്ത
ഞങ്ങളുടെ നിലപാട് ചോദിക്കാനോ? ഞങ്ങളുടെ നിലപാട് കൃത്യമാണ്. മശായിഖന്മാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരാണോ അതിനനുകൂലിക്കുന്നത്, ചേർന്ന് നിൽക്കുന്നത്, അവരോട് ഞങ്ങൾ ശക്തമായി യോജിക്കും. അതിനോട് എതിർത്ത് നിൽക്കുന്നവർ, അതിനെ നിരുത്സാഹപ്പെടുത്തുന്നവരാരോ അവരോട് ശക്തമായി ഞങ്ങൾ വിയോജിക്കും. ഞങ്ങളെ നിലപാട് കൃത്യ. ഞങ്ങളെ നിലപാട് ചോദിക്കാൻ മാത്രം നാട്ടില് പോയിട്ട് അതിന്റെ സ്ഥാനത്ത് ഒരു വാഴപ്പിണ്ടിയുടെ കഷ്ണം പോലും അവശേഷിക്കാത്ത, നിലപാടിലെ നൂന് പോലും പറയാൻ യോഗ്യതയില്ലാത്ത AP സമസ്തക്കാരെ നിങ്ങളെ കൂട്ടത്തിൽ സാവിയത്തു സൂഫിയുടെ നിലപാട് ചോദിക്കാൻ യോഗ്യനായ ഒരുത്തരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. നിങ്ങളാ ഞങ്ങളോട് നിലപാട് ചോദിക്കണേ. ആയതുകൊണ്ട് ആ പൂതിയൊക്കെ ഉണ്ട് മനസ്സിൽ വെച്ചേക്ക്. ആ പണിയൊന്നും നടക്കണതല്ല. നിങ്ങൾക്ക് എന്ത് നിലപാട് ചങ്ങായിമാരെ? എന്താ അദബ്? നിങ്ങൾക്ക് റസൂലുള്ളാഹിയുള്ള അദബ് പോട്ടെ, ഔലിയാക്കളോടുള്ള അദബ് പോട്ടെ. നിങ്ങളെ സ്വന്തം പ്രസിഡന്റ് ഇല്ലേ, ആര്? സുലൈമാൻ മൊയ്ലിയർ, ഇഹ്യാ സുന്നയുടെ പ്രിൻസിപ്പള്, നിങ്ങളെ AP വ്യാജ സമസ്തയുടെ പ്രസിഡന്റ്. കഴിഞ്ഞ ദിവസങ്ങളൊരു പരിപാടി നടത്തിയിരുന്നല്ലോ 13-ാം തീയതി. എവിടെ? ഇന്റർനാഷണൽ മീലാദ് സമ്മേളനം, അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം. ആരാ? സ്ഥാപനത്തിലെ കുട്ടികളും അവിടുത്തെ വലിയ ഉസ്താദും വലിയ ഉസ്താദിന്റെ മോനും മരോനും. പേര് അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം. അടുക്കള മീലാദ് സമ്മേളനം വെക്കരുന്നു നല്ലത്. എന്നിട്ടോ നിങ്ങളിപ്പോ സൂഫിയാക്കണ വഴിയിലാണെന്നും ആളെ പറഞ്ഞ് പറ്റിച്ചിട്ട് പല കളികളും കളിച്ചു നോക്കിയാലോ. നിങ്ങൾ ഇപ്പൊ തന്നെ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു സൂഫി, ആ സൂഫി 4-ാം തീയതി ഇവിടെ ഇറങ്ങുന്ന പറഞ്ഞാലേ, എവിടെയാ സൂഫി? ആ സാധു മനുഷ്യൻ, അയാൾ നിങ്ങൾ മുച്ചുമ കയറ്റില്ലേ? ഇപ്പൊ അയാൾക്ക് ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വരാൻ പറ്റാത്ത സാഹചര്യമായില്ലേ? എവിടെ നിങ്ങൾ 4-ാം തീയതി വരുമെന്ന് പറഞ്ഞ സൂഫി? എത്രാം തീയതി? 4-ാം തീയതി ആയിട്ടില്ല. സെപ്റ്റംബർ 4-ാം തീയതി ആയിട്ടില്ല. ഞാൻ അടുത്ത കൊല്ലം വരേണ്ടി വരും. എവിടെയാ സൂഫി പണ്ഡിതൻ? എന്തേ വരാത്തത്? നിങ്ങൾ എന്തേ പറഞ്ഞേ? ഞങ്ങളെ മശായിഖന്മാര് പുറത്തിറങ്ങി നടങ്ങണോ നിങ്ങൾ തീരുമാനിക്കുന്നു. ഞങ്ങളെ ശൈഖുന ഇന്നും കേരളത്തിലും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്തും ഞങ്ങളെ ശൈഖുന ഈ ഉമ്മത്തിന് നേതൃത്വം നൽകി അവിടുത്തെ ജൈത്രയാത്ര തുടരുകയാണ്. നിങ്ങളെപ്പത്ത് ഇജാബത്ത് കിട്ടണേ. നിങ്ങളെ സൂഫി പണ്ഡിതൻ എവിടെ? എവിടെ? അതാ ഞങ്ങൾ പറഞ്ഞത്. ഇനി മൂപ്പരിവിടെ വരണോ വേണ്ടേ എന്ന് തീരുമാനിക്കാൻ ഇവിടെ കാലം പോറ്റുന്ന മശായിഖന്മാരുണ്ട്. കളി മശായിഖന്മാരോട് നിങ്ങളെ കളി നടക്കൂല കൂട്ടരെ. നിങ്ങളെ സംഘടനാ കളിയല്ലത്. അപ്പൊ നിങ്ങളെ അദബേ അതൊക്കെ അവിടെ ആ പരിപാടി വെച്ചു. എന്നിട്ട് ആ പരിപാടിയിലോ സുലൈമാൻ മൗലിയർ മൂപ്പര് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ, മൂപ്പര് സ്റ്റേജിലേക്ക് വരുമ്പോ പ്രസംഗിക്കുന്നതാരാ? പുയ്യാപ്പള ഫൈസിയ, മാനേജർ ഫൈസി പ്രസംഗിക്കുക. എന്നാ വരുന്ന സമയത്ത് ഒരു മാന്യമായ രൂപത്തിൽ ഇനി തെക്കിബീറൊന്നും ചെല്ലണ്ട, പ്രസിഡന്റ് വരുന്നുണ്ടെന്നും പറയണ്ട, ഒന്ന് ആ ഒരു 2 സെക്കൻഡ് ഒന്ന് പ്രസംഗം സ്റ്റോപ്പാക്കുക. മൂപ്പരവിടെ വന്നിരുന്നു. പ്രസംഗം തുടങ്ങിയപ്പോഴോ അപ്പോഴും മൂപ്പര് പറയാണ്, ഇനി മൗലൂദി അല്ലാനുണ്ട്. പ്രസിഡന്റിന്റെ പ്രസംഗം നിയന്ത്രിക്കുന്ന മുസാവറാംഗം പുതിയാപ്പള ഫൈസി. അത് കഴിഞ്ഞിട്ടോ മൂപ്പര് പ്രസംഗം നിർത്തുമ്പോഴത്തിന് ഇയാൾ മൈക്ക വലിച്ചിട്ട് വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി. ഉറങ്ങണത് സുലൈമാൻ മൗലിയരും കൂർക്കം വലിക്കണം പുതിയാപ്പള ഫൈസിയും. എന്താ ദബാടോ ഇത്? ഇതെന്താ ദബാ? പ്രസംഗം നിർത്തിയ മൂപ്പർക്ക് തന്നെ വസല്ലല്ലാഹു തആല വസല്ലം പറയാൻ പറ്റൂലേ? സലാത്തില്ലേ അവസാനിപ്പിക്കാൻ അവസരം കൊടുത്തൂടെ? അത് കണ്ടിട്ട് കുറെ ചെങ്ങായിമാർ അയസേനികളാന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ വഴന്നോറ്റിങ്ങള് ഇല്ലേ? ആ സുലൈമാൻ മൗലിയരെ കൊണ്ടുപോയിട്ട് അങ്ങനെ അപമാനിക്കുമ്പോ ആ കൊണ്ടോയ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ആണായി പറന്ന് ഒരുത്തുണ്ടെങ്കിൽ അപ്പ ഇറങ്ങി പോരണ്ടോ സുസ്താദിനും കൂട്ടിയിട്ട്? ആ സുലൈമാൻ ഉസ്താദിനെ അപമാനിച്ചതിൽ ശക്തമായി പ്രതികരിക്കാൻ ഈ കേരളത്തിൽ ഒരു അഹ്സനിയെ കണ്ടിട്ടുള്ളൂ. അത് വന്യരായ അഹ്സനി ഉസ്താദാണ്. എല്ലാ അഹ്സനിമാർക്കും ഉസ്താദായ മശായിഖന്മാര് വിളിച്ച അഹ്സനി ഉസ്താദ്, ആ ഉസ്താദ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ വേറെ പണി നോക്കിക്കൂടാ ചെങ്ങായിമാരെ അല്ലേ? എന്നിട്ട് ഞങ്ങൾ നിലപാട് പറയാൻ നിൽക്കണ്. ആദ്യം ഞങ്ങളെ നിലപാടും അതപൊക്കെ ഒന്ന് തീർപ്പലാക്കി എന്നിട്ട് മതി ഞങ്ങളടുത്തേക്ക് വരല്. ആയതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ബേജാറ് ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. ഇവിടെ വലിയ രാജ്യത്തിന്റെ ഉത്തരവാദപ്പെട്ട ആളുകളും മറ്റൊക്കെ ഞങ്ങളെ മശായിഖന്മാരെ
സാന്നിധ്യത്തിലെത്തലും അവരുമായി കാര്യം ചർച്ച ചെയ്യലും അതൊക്കെ കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത വിമ്മിഷ്ടം, വല്ലാത്ത അസ്വസ്ഥത, വലിയ അസഹിഷ്ണുത, നിങ്ങളുടെ അകത്തളങ്ങളിൽ വല്ലാത്ത നിങ്ങളുടെ കൊട്ടക്കൊത്തളങ്ങളെ വിറപ്പിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇല്ല, ഇത് ആരംഭിച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾ ഒന്നിനും കഴിയാത്ത വാപ്പ, ഒന്നിനും കഴിയാത്ത വാപ്പയായി നിങ്ങളെ AP സമസ്ത കൈയും കാലും ഒടിഞ്ഞ് വികലാംഗരായി കിടപ്പിലായിട്ടുണ്ട്. അവിടെ വിശ്രമിക്കുക. പണി ആൺകുട്ടികൾ ഇവിടെ നടത്തും.